മഹാലോകത്തിന് ജാതിയുണ്ടോ, മതമുണ്ടോ, പണക്കാരുണ്ടോ, കാശുകാരുണ്ടോ, പിച്ചക്കാരുണ്ടോ? സമത്വ സുന്ദരമായ ഒരു ലോകമാണ് ഇവിടെ എല്ലാവരും മഹാന്മാർ പ്രതീക്ഷിച്ചത്. സാധാരണപ്പെട്ട ആളിനെ കാണാൻ വന്നു. ഭക്ഷണമൊക്കെ കയ്യിൽ വെച്ചോണ്ട് നടക്കില്ല. അതെ, കൂട്ടുകാരെല്ലാവർക്കും സുമേഷ് ഏട്ടൻ ട്രാവൽ എടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് നെല്ലിയാമ്പതി പോകുന്ന വഴിയാണ്. ഇവിടെ യാദൃശ്ചികമായിട്ട് നമ്മളിവിടെ ഒരാളിനെ പരിചയപ്പെട്ടു. ആളിനെ കാണിക്കുമ്പോൾ തന്നെ കുറേ പേരൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. നമ്മുടെ നെല്ലിയാമ്പതി കാടിൻ്റെ സംരക്ഷകൻ എന്നൊക്കെ പറയാവുന്ന ഒരു മനുഷ്യ സ്നേഹി, നെല്ലിയാമ്പതിയുടെ ഗുരു എന്നൊക്കെയാണ് പുള്ളി അറിയപ്പെടുന്നത്. അപ്പോൾ ആളുടെ വിശേഷങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ ഇപ്പോൾ മാക്സിമം ഷെയറും ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യുക. അതുകൊണ്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കിനോടൊന്നും ഉണ്ടാക്കുക. നേരെ മുപ്പരുടെ വിശേഷങ്ങളോട്ട് പോകാം. അപ്പം നമ്മുടെ കൂടെയുള്ള ആളിനെ നിങ്ങൾ ഒരു യൂട്യൂബ് ചാനലിലും അതുപോലെ തന്നെ ന്യൂസിലൊക്കെ വന്നിട്ടുണ്ടല്ലോ, എല്ലാവരും വന്നിട്ടുണ്ട്. ആളിനെ അറിയുമ്പോൾ പേര് ചേട്ടൻ തന്നെ? എൻ്റെ പേര് യഥാർത്ഥത്തിൽ നെല്ലിയാമ്പതി ഗുരുവായൂരപ്പൻ എന്നാണ്. ഇപ്പോൾ ഇത് ടവർ കെട്ടി എക്കോ ടൂറിസ്റ്റ് പ്രഖ്യാപിച്ച അന്ന് മുതൽ ഞാനിവിടെ ഒരു തട്ടുകടയും കൊണ്ട് വന്നതാണ്. ഇപ്പോൾ ഒരു 8 വർഷം തട്ടുകടയിലെ ഒരു സേവനം. അപ്പോൾ ഈ കാട്ടിൽ വന്നപ്പോൾ കാടിനെ പറ്റി ഒരു 30% മനസ്സിലാക്കി ഞാൻ. പ്രകൃതിയാണ് വലുത്, പ്രപഞ്ചമാണ് വലുത്, നമ്മൾ അതിനെ സംരക്ഷിക്കണം. അടുത്ത മക്കൾക്ക് വേണ്ടി പോയി ഇപ്പോൾ 58 വയസ്സ് കഴിഞ്ഞ് 59ാമത്തെ വയസ്സിൽ കടന്നത്. ഇപ്പോൾ ഞാൻ 40ാമത്തെ വയസ്സിലാണ് നെല്ലിയാമ്പതിക്ക് കയറി വരുന്നത്. ഇത് എക്കോ ടൂറിസ്റ്റായി പ്രഖ്യാപിച്ചിട്ട് 17 വർഷം കഴിഞ്ഞു. ഇവിടെ ഈ ടവർ കെട്ടി വെച്ചിട്ട് 17 വർഷം കഴിഞ്ഞു. ഞാനൊരു 10 വർഷം തട്ടുകടയും മുട്ട കച്ചവടം കൂടെ ചെയ്തതാണ്. അപ്പോൾ കടകൾ കൂടെ കൂടി പ്രകൃതിക്ക് വിരോധമായി പ്ലാസ്റ്റിക് ഗീസിങ്, ഐസ്ക്രീം ഗീസിങ്, വേസ്റ്റൊക്കെ വീണ കാരണം ഇത് സർക്കാർ നിരോധിച്ചു. അതിനുശേഷം ഞാനിവിടെ ടൂറുകാർക്ക് വേണ്ടി ഒരു വഴികാട്ടി. പിന്നെ വേറെ പ്രകൃതിക്ക് വിരോധമായി ഇവിടെ ഒന്നും ചെയ്യാൻ പാടില്ല. ഇപ്പോൾ വേനൽക്കാലമാണ്. ഇപ്പോൾ ഒരു വീഡിയോ സ്കെട്ട് വിളിച്ച് വന്നാൽ നെല്ലിയാമ്പതി പകുതി ഭാഗം എത്തിക്കും. അപ്പോൾ അത് സംരക്ഷണം അങ്ങനെ സ്വയം ഏറ്റെടുത്തിട്ട് ഞാൻ അടുത്ത തലമുറയ്ക്ക് നല്ല കാര്യം ചെയ്തു കൂടെ നിൽക്കുകയാണ്. അപ്പോൾ വരുന്നവർ എന്തെങ്കിലും നമുക്ക് തരുമ്പോൾ അങ്ങനെ നമ്മുടെ ആ സാഹചര്യത്തിൽ ഞങ്ങൾ എന്തെങ്കിലും കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും വീട്ടിൽ നിന്ന് ചോറും എല്ലാം എടുത്ത് ഞാൻ ഇവിടെ വരും. അത് എൻ്റെ ഒരു ആഗ്രഹമായി മാറി. എൻ്റെ ഒരു മനസ്സ് അങ്ങനെ ഇതായിപ്പോയി. ഇന്നിപ്പോൾ തിങ്കളാഴ്ച ഇവിടെ ആരും ഉണ്ടായില്ല എന്ന് എനിക്കറിയാം. പക്ഷേ എൻ്റെ സഹോദരൻ വന്നില്ലേ, ഞാൻ വരുന്ന സമയത്ത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി കുറച്ച് ടൂറിസ്റ്റുകളവിടെ വന്നിട്ട് മറ്റേ ഇതിൻ്റെ വേസ്റ്റ് കുപ്പിയാണ് കുടിച്ചിട്ട് അതിൻ്റെ ഡ്രിങ്ക്സിൻ്റെ കുപ്പി അവിടെ ഇടുന്നുണ്ടായിരുന്നു. അപ്പോൾ പുള്ളി അത് എടുത്തുകൊണ്ട് ഇങ്ങനെ വന്നിട്ട് ഇവിടെ നിന്ന് പുല്ലാങ്കുഴിയിൽ വായിക്കുന്ന ഒരു സൗണ്ട് കേട്ടപ്പോഴാണ് വണ്ടി ഒന്ന് സൈഡാക്കിയിട്ടായാലും ഒന്ന് പരിചയപ്പെട്ടിട്ട് പോകാമെന്ന് നിർത്തിയത്. അപ്പോൾ ഏതായാലും പുള്ളിയുടെ കുറച്ച് കൂടുതൽ വിശേഷങ്ങൾ നമുക്കറിയാം. നമ്മുടെ കേരളത്തിലെ മിക്ക 14 ചാനലിൽ ഇപ്പോൾ എന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നെല്ലിയാമ്പതി ഗുരു എന്ന് അടിച്ചാൽ അപ്പോൾ ഓരോരുത്തർ കാണാം. ഇപ്പോൾ യൂട്യൂബിൽ നെല്ലിയാമ്പതി ഗുരു എന്നൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ചേട്ടൻ്റെ ശരിക്കും വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെന്മാറ പഞ്ചായത്തിൽ 11ാം വാർഡിൽ ചാത്തമംഗലം സ്കൂളിൻ്റെ തൊട്ട്. ചാത്തമംഗലം നമ്മൾ ഈ വരുന്ന വഴിയല്ലേ, സ്കൂളിൻ്റെ തൊട്ട് തന്നെയാണ്. ഇപ്പം ഇവിടെ വന്നിട്ട് 18 വർഷം, 18ാമത്തെ വർഷം. നമ്മൾ നേരത്തെ പണ്ട് വരുന്ന സമയത്ത് ഇവിടെ ഒരു കടയും കാര്യങ്ങളും ഓർമ്മയുണ്ട്. പക്ഷെ താടിയൊക്കെ ഇങ്ങനെ ഒരുപാട് വളർത്തിയിരിക്കുന്ന കാരണം നമുക്ക് പണ്ട് ഓംലെറ്റ് കടയും അത് നല്ല ഓർമ്മയുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ കുറേ ആയിട്ടൊന്നും ഇല്ല. പിന്നെ നമ്മൾ പിന്നെ അധികം ഇങ്ങോട്ട് വരാത്ത കാരണമാണ്. സ്ഥിരമായിട്ട് വരുന്ന ആളുകൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. അല്ല, ഇപ്പോൾ 8 വർഷങ്ങൾക്ക് മുന്നേ വന്നവരും 10 വർഷങ്ങൾക്ക് മുന്നേ വന്നവരും ഇത് ടൂറിസ്റ്റായി പ്രഖ്യാപിച്ച അന്ന് മുതൽ ഞാനിവിടെ ഉണ്ട്. അന്ന് തട്ടുകടയായിരുന്നില്ലേ. അപ്പോൾ ഇപ്പോൾ വരുന്ന ആൾക്കാർ 10 വർഷങ്ങൾക്ക് മുന്നേ വന്നാൽ എന്താ കടയൊക്കെ നിർത്തുമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുക്കും. ഈ പ്രകൃതിക്ക് വിരോധമായിട്ട് പ്ലാസ്റ്റിക് വേസ്റ്റും കുപ്പിയും പിന്നെ റോഡ് സൈഡ് മദ്യവെക്കുക പരിപാടി. ഈ കാടാണ് വലുത്. കാടുണ്ടെങ്കിൽ നാടുള്ളൂ, നാടുണ്ടെങ്കിൽ നമ്മളുള്ളൂ.
അപ്പോൾ ഒരു 300 വർഷങ്ങൾക്ക് നമ്മൾ പിന്നിലേക്ക് പോകണമെങ്കിൽ നെല്ലിയാമ്പതി എന്താണ് മൊത്തം നിത്യഹരിത വനമായിരുന്നില്ലേ? അപ്പോൾ വെള്ളക്കാരന്മാർ വന്ന് ഇവിടെ നിത്യഹരിത ഒക്കെ വെട്ടി മാറ്റിയിട്ട് ചായത്തോട്ടം വെച്ച് പിടിപ്പിച്ച് ചായ കുടിക്കുക, കുറെ ആൾക്കാർ പണി കിട്ടി, കുറെ എസ്റ്റേറ്റ് മേഖലയായി മാറി ഇതൊക്കെ. അപ്പോൾ പ്രകൃതിയാണ് വലുത്, ഇതിനെ തൊട്ട് കളിക്കാൻ പാടില്ല. ഈ ഒരു മരം മുറിക്ക് ഇപ്പോൾ വിദേശ രാജ്യങ്ങളൊക്കെ ഒരു മരം മുറിക്ക് 3 മരം വെച്ച് പിടിപ്പിച്ച് വെള്ളം ഒഴിച്ച് വലുതാക്കിയിട്ട് വേണം ഒരെണ്ണം മുറിക്കുക. അപ്പോൾ നമ്മുടെ ഇവിടെ അങ്ങനെ പണ്ട് ഒരു 30-40 വർഷങ്ങൾക്ക് മുന്നേ കൂപ്പ് മുറി, എസ്റ്റേറ്റ് മുറിക്ക്, കാടുകൾ വെട്ടി കളിക്കുക, അങ്ങനെയുള്ളതൊക്കെ ഈ റബ്ബർ വെച്ച് ഈ തെരഞ്ഞെടുപ്പ് ഭാഗത്തൊക്കെ എന്താ സ്ഥിതി? അപ്പോൾ പ്രകൃതിനെ തൊട്ട് കളിക്കാൻ എൻ്റെ മനസ്സ് അനുവദിക്കുന്നില്ല. അപ്പോൾ ഞാൻ അടുത്ത തലമുറയ്ക്കും ഇതാണ് പറഞ്ഞു കൊടുക്കുന്നത്. അതെ, ഒരു ബീർ കുപ്പി റോഡിൽ പോയി കാട്ടിട്ട് പൊട്ടിക്കഴിഞ്ഞാൽ ഒരു 1000 കൊല്ലം കഴിയും ആ ചില്ലി കുപ്പി അവിടെ നിന്ന് പോയില്ല. ഇവിടെ വന്യമൃഗങ്ങൾക്ക് നടക്കണ്ടേ, ആനയ്ക്ക് നടക്കണം, പോത്തിന് നടക്കണം, കടുവ, എല്ലാ മൃഗങ്ങൾക്കും നടക്കണ്ടേ. അപ്പോൾ ഇതിനൊക്കെ സംരക്ഷിക്കണം നമ്മൾ. അപ്പോൾ ഇപ്പോൾ ഈ 2019 കൊറോണയും കൂടി വന്നപ്പോൾ ജനങ്ങൾക്ക് കുറേ ബോധം വന്നിട്ടുണ്ട്. അതെ, അപ്പോൾ ഈ പറയുമ്പോൾ ഒരു കാര്യം പറയട്ടെ, ഇപ്പോൾ 2 രാജ്യങ്ങൾ തമ്മിൽ 14 വർഷം യുദ്ധം പിടിച്ചു. ഞാൻ നിത്യം ഒരു 3-4 പേപ്പർ കൊണ്ട് വന്ന് വായിക്കുന്നതാണ്. മനോരമ, മാതൃഭൂമി, അങ്ങനെയൊക്കെ ഇന്നലത്തെ പത്രങ്ങൾ എടുത്തിട്ട് ഇവിടെ നിന്ന് ഇരുന്ന് വായിക്കും, വേറെ പണിയില്ല. 2 രാജ്യങ്ങൾ 14 കൊല്ലം യുദ്ധം ചെയ്തിട്ട് ഒന്നും നേടിയില്ല. അപ്പൊ പ്രകൃതിക്കൊരു തോന്നണമെന്ന് ഇവർ ഇങ്ങനെ വിട്ടാക്കാൻ പറ്റില്ല. 8.9 സെക്കൻഡ് തമിഴ്നാട് കൊടുത്തില്ലേ, അടിച്ചു കൊടുത്തില്ലേ, അവരായി കെട്ടിപ്പൊക്കെ എല്ലാം പോണില്ലേ. പക്ഷെ അതിൽ കുട്ടികളെന്ത് പഴിച്ചു. ഇപ്പൊ ആ വാർത്ത ഞാൻ പേപ്പറായി ഒരു വാർത്തയിൽ അടിച്ച് ഞാൻ കരഞ്ഞു. ഒരു പൂർണ്ണ ഗർഭിണിയായിട്ട് കുട്ടിൻ്റെ ഒരു സൈഡിൽ നെഞ്ചിൽ വലിയൊരു ഭീമ വീണു. ആ സ്ത്രീ പ്രസവിച്ചു. ആ കുട്ടിൻ്റെ പട്ടാളക്കാർ രക്ഷാപ്രവർത്തകർ അതിന്റെ പൊടിക്കൂടി കൂടി മുടിച്ചിട്ട് എടുത്തിട്ട് പോകണ സീന്. അപ്പോൾ ആ കുട്ടിക്ക് ഭൂമിയിൽ ജീവിക്കണ്ടേ? അപ്പോൾ ആ കുട്ടി എന്ത് പഠിച്ചു? അപ്പോൾ 14 വർഷം യുദ്ധം ചെയ്തിട്ട് അവർ ഒന്നും നേടിയില്ല. 8.9 സെക്കൻഡ് കൊണ്ട് തവിട് കൊടുത്തില്ലേ. അതാണ് പ്രകൃതി കൊണ്ട് കളിച്ചാൽ തനിയെ കിട്ടും. ആ കിട്ടില് ചെറിയ കിട്ടില്ല കഴിക്കുക. അപ്പൊ നമ്മുടെ കേരളത്തിൽ പൊട്ടിമുടി കിട്ടി പൊട്ടിത്തെറിച്ചില്ലേ. പക്ഷെ നെല്ലിയാമ്പതി പൊട്ടിയിട്ട് നെല്ലിയാമ്പതിക്ക് ജനങ്ങൾക്ക് ബാധകമില്ല. അതിൽ ഞാൻ അങ്കിളിൽ പറയാനുള്ള വ്യക്ത വാക്കുള്ളൂ, നിങ്ങളാൽ സൃഷ്ടിക്കപ്പെടല്ല, ഞാനാൽ എടുക്കപ്പെടും. 140 വർഷങ്ങൾക്ക് മുന്നേ ബ്രിട്ടീഷുകാർ കെട്ടിയ പാലം ഞാൻ 2018 പ്രളയത്തിൽ പോയി പിറ്റേ ദിവസം വന്ന് നോക്കുമ്പോഴേ ഒരു കല്ല് പോലും അവിടെ ഇല്ല. ബ്രിട്ടീഷുകാർ വെച്ച ഒരു കല്ല് പോലും അവിടെ ഇല്ല. അപ്പോൾ നിങ്ങളാൽ കെട്ടപ്പെടല്ല, ഞാനാൽ എടുക്കപ്പെടും. ഞാനാൽ സൃഷ്ടിക്കപ്പെടല്ല ഇവിടെ ഉണ്ടാവും. ഈ നെല്ലിയാമ്പതി ഇവിടെ തന്നെ ഉണ്ടാവും. പക്ഷെ പ്രകൃതി ക്ഷോഭം ഒരു മുക്കും വലിയ കല്ലിടിച്ച് വീഴും, അത് സ്വാഭാവികമാണ്. അപ്പോൾ പ്രകൃതിനെ ചൂഷണം ചെയ്താൽ തിരിച്ചടിക്കും. ഈ കാണുന്ന ജീവജാലമായ സകലത്തെ ഇവിടെ എടുക്കപ്പെടും. ഞാൻ വരുന്നവരൊക്കെ പറഞ്ഞു, ഞാൻ മരിക്കും, എൻ്റെ സഹോദരൻ മരിക്കും, എൻ്റെ ഭാര്യ മരിക്കും, എൻ്റെ മക്കൾ മരിക്കും. ഈ ഭൂമി ഇവിടെ തന്നെ ഉണ്ടാവും. ഇതിനെ സംരക്ഷിക്കണം. അപ്പോൾ എന്താ പറയുക, അത് ഇങ്ങനെ ഭ്രാന്തി പിടിച്ച് എല്ലാവർക്കും ഓടാൻ പറയുക, ഈ ഭ്രാന്തിന് മരുന്നില്ല. അപ്പൊ പ്രകൃതി നമുക്ക് തരും. മനുഷ്യൻ എന്ന് പറഞ്ഞത് നമ്മള് എത്രയൊക്കെ പഠിച്ചാലും വീണ്ടും പോകും, പഴയതിലൂടെ പോകും. പക്ഷെ കൊറോണ വന്ന് ചേട്ടൻ പറഞ്ഞ പോലെ കുറച്ചു കാലം ഈ മതഭ്രാന്തും രാഷ്ട്രീയ ഭ്രാന്തും മാറി. അത് കഴിഞ്ഞ് ഇലക്ഷൻ വന്നു കഴിഞ്ഞപ്പോ വീണ്ടും തുടങ്ങിയില്ല. അതാണ് ഇതാണ് സത്യങ്ങൾ മനസ്സിലാക്കാൻ വൈകിപ്പോയി ജനങ്ങള്. പിന്നെ ഇപ്പൊ സംസാരത്തിൽ വേറെ കാര്യം പറഞ്ഞിട്ടുണ്ട്. 2019 നമ്മുടെ ഇന്ത്യയിലേക്ക് ഒരു മഹാരോഗം കടന്നു വന്നു. ഈ മഹാരോഗത്തിന് ജാതിയുണ്ടോ, മതമുണ്ടോ, പണക്കാരുണ്ടോ, കാശുകാരുണ്ടോ, പിച്ചക്കാരുണ്ടോ? സമത്വ സുന്ദരമായ ഒരു ലോകമാണ് ഇവിടെ എല്ലാവരും മഹാന്മാർ പ്രതീക്ഷിച്ചത്. പക്ഷെ ഇവിടെ സമത്വ സുന്ദരമായ ലോകമല്ല. ഞാനാ വലുത്, നീയാ വലുത്, അങ്ങനെ എല്ലാവരും വലിയവര്. ഇവിടെ ആകെ 2 ജാതിയുള്ളൂ, ആണും പെണ്ണും. ഇത് മനസ്സിലാക്കാൻ വൈകിപ്പോയി ജനങ്ങള്. പിന്നെ ഡോക്ടർ പഠിച്ച ഡോക്ടർ, വക്കീൽ പഠിച്ച വക്കീല്, മാഷ് പഠിച്ച മാഷ്, പ്രൊഫസർ അങ്ങനെ ഓരോ പഠിപ്പിന് ഓരോന്നുണ്ട്. ജാതിക്ക് ഒരു വ്യത്യാസമില്ല. 2 ജാതി, ആണും പെണ്ണും. ഇപ്പൊ മിനിയാൻ നമ്മുടെ വനിതകളെ ആദരിക്കുന്ന ദിവസമുണ്ട്, ശനിയാഴ്ച. ഇവിടെ മാർച്ച് 8 നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു സ്ത്രീനെ എനിക്ക് പരിചയപ്പെടാൻ പറ്റും. കേരളത്തിലെ പ്രധാനപ്പെട്ട സ്ത്രീ എന്ന് പറഞ്ഞാൽ KSRTCന്റെ ഒരേ ഒരു ഡ്രൈവറുണ്ട്. ഒരു സ്ത്രീ KSRTC, ഇത്രയും പുരുഷന്മാരുണ്ടായിട്ട് ഒരു സ്ത്രീയാണ് ബസ് ഡ്രൈവർ. ആ സ്ത്രീനെ മിനിയാന്ന് 10 മണിക്ക് ഇവിടെ വെച്ച് ഒരു പൊന്നാടി അണിയിക്കുന്നു. പേര് ഞാൻ ചോദിച്ചില്ല. എന്താ പറയുക, അവർ 4 ബസ്സുണ്ടായിരുന്നു നമ്മളെ കോഴിക്കോട്ടിന്. അപ്പൊ അത്രയും എന്റെ പേര് എല്ലാവരും മനസ്സിലാക്കി. അല്ലല്ല, അവര് കോഴിക്കോട് ടു നെല്ലിയാമ്പതി ഒരു ടൂർ പാക്കേജിൽ വന്നതാണ്. അപ്പൊ അവര് ഡ്രൈവർ, അവര് ഈ 2013 അവര് ജോലിക്ക് കയറിയത്. അപ്പൊ അവർക്ക് ആദരവായിട്ട് അവര് നമ്മുടെ പാലക്കാട് ജില്ലയിലെ ട്രാൻസ്പോർട്ട് യൂണിയനിൽപ്പെട്ട കാര്യമൊക്കെ ഒരു സ്വീകരണം കൊടുത്തു. ആ സ്വീകരണത്തിൽ പങ്കെടുക്കാൻ എനിക്ക് യോഗം കിട്ടി. അപ്പൊ അതൊരു മഹാഭാഗ്യമല്ലേ? അത്രയും ഉദ്യോഗസ്ഥന്മാര്, അത്രയും ട്രാൻസ്പോർട്ട് ആൾക്കാർ പരിചയപ്പെടാൻ പറ്റിയതും ഒരു മഹാഭാഗ്യം. ഞാൻ പൈസക്കല്ല, എന്നിട്ടും അതിൽ ആരോ ഒരാൾ 100 രൂപ എൻ്റെ പോക്കറ്റ് വെച്ചിരുന്നു. അപ്പോൾ സ്നേഹിക്കുക, ബഹുമാനിക്കുക, സന്തോഷിക്കുക, പ്രകൃതിനെ ബഹുമാനിക്കുക, വിളിക്കുമ്പോൾ അങ്ങോട്ട് പോവുക. ഇതിലാരും വലിയവനുണ്ട. സംസാരിച്ച ഒരുപാട്. അപ്പൊ ചേട്ടൻ എനിക്കൊരു ഗുരുവായൂരപ്പൻ്റെ ഒരു സോങ് പാടിത്തരാൻ പോവാണ്. പാട്ട് ഗുരുവായൂരപ്പൻ ഒരു ദിവസം ഞാൻ പോകും എന്നുള്ളൊരു പാടിക്കോ.
ചേട്ടൻ കഞ്ഞി കുടിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഏതായാലും നമ്മുടെ ചാനൽ കാണുന്നവർ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. ബെല്ലൈക്കൻ ഓൾ എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ സൺഡേ അല്ലാത്ത കാരണം തിരക്കുറവാണ്. പക്ഷെ സാധാരണ നമ്മുടെ പാലക്കാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സീസണിൽ നല്ല തിരക്കും നല്ല ചൂടാണ്. അപ്പോൾ നെന്മാറ താഴോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ നല്ല ചൂടായിരിക്കും. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കൂളായിട്ടുള്ള കാറ്റും നല്ല തണുപ്പുമാണ്. അടിപൊളി പ്ലേസാണ് കേട്ടോ.